വയസ്സായി എന്നിട്ടും വ്യഭിചരിക്കുന്നവൻ. മക്കളായി, മക്കളെ കെട്ടിക്കാറായി, എങ്കിലും വാപ്പാടെ വ്യഭിചാരം ആർക്കും ഒന്നും തോന്നരുത് എന്നോട്. മക്കളായി, മക്കളെ കെട്ടിച്ചു, മക്കള് വേറെ, എന്നാലും വാപ്പാടെ വ്യഭിചാരം തീർന്നിട്ടില്ല. വാപ്പാടെ താടി നരച്ചു, എന്നിട്ടും ശൈഖുൻ സാനി, വയസ്സായിട്ടും വ്യഭിചരിക്കുന്നവൻ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അമീമർ മനുഷ്യന്മാരെ, അതെന്താ വയസ്സായിട്ടും വ്യഭിചരിക്കുന്നവനോട് അള്ളാഹ്ക്ക് ഇത്ര കോപം? എന്താ? ഈ തെറ്റ് ചെയ്യുന്നതിന് തന്നെ പല ഘട്ടമുണ്ട്. 40 വയസ്സാകുന്നത് വരെ തെറ്റ് ചെയ്താൽ, 40 വയസ്സ് വരെ ചെയ്യുന്ന തെറ്റിന്റെ ശിക്ഷയല്ല 40 കഴിഞ്ഞിട്ട് ചെയ്താൽ. ഒരുത്തൻ കള്ളു കുടിച്ചു, ഏതുവരെ? 40 വയസ്സ് വരെ കള്ളു കുടിച്ചു. ആ ശിക്ഷയല്ല 40 വയസ്സ് കഴിഞ്ഞിട്ട് കള്ളു കുടിച്ചത്, അതിനേക്കാൾ ശിക്ഷ. കാരണം 40 വയസ്സെത്തുമ്പോ ഒരു പുരുഷന് പക്വത വരണം. അവനപ്പോ ഒരു മധ്യവയസ്കനായി. 40 എത്തിയാൽ അത് നുബുവത്തിന്റെ പ്രായവാ. 40 കഴിഞ്ഞിട്ട് തെറ്റ് ചെയ്താൽ 40-ന് മുമ്പ് ചെയ്തതിന്റെ ഇരട്ടി ശിക്ഷ ആഖിറത്ത്. അല്ലാഹു കാക്കട്ടെ. 60 കഴിഞ്ഞാലോ? 60 കഴിഞ്ഞാൽ പിന്നെ ഒന്നുണ്ടാവും. 60 കഴിഞ്ഞിട്ടും ചെയ്താൽ അവന് പിന്നെ അതിനേക്കാൾ വലിയ ശിക്ഷയാണ്. 40 വരെ ചെയ്യുന്നതിന് ഒരു ശിക്ഷ, 40 എത്തിയ 60 വരെ ഒരു ശിക്ഷ, 60 കഴിഞ്ഞാൽ അതിനേക്കാൾ. എല്ലാ ഓരോ പ്രായത്തിൽ ചെയ്യുന്ന തെറ്റിന് ശിക്ഷ കൂടുതലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ അള്ളാഹു നമുക്ക് നല്ല ബോധം തരട്ടെ. പറഞ്ഞ വിഷയം മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ശൈഖുൻ സാനി, വ്യഭിചരിക്കുന്ന വൃദ്ധൻ. 2 ആരാ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, ആഖിറത്തിൽ രക്ഷപ്പെടാത്ത, ഗതി പിടിക്കാത്ത രണ്ടാമത്തെ ആളാരാ? ഭർത്താവിന്റെ സമ്പത്ത് അനുവാദമില്ലാതെ ആർഭാടത്തിന് വേണ്ടി ചെലവെടുക്കുന്ന ഭാര്യ. അവൾ എത്രയേറെ ഇബാദത്ത് ചെയ്താലും പാവപ്പെട്ട ഭർത്താവ് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സമ്പത്ത് അവളുടെ ദുനിയാവിന് വേണ്ടി, ആഖിറത്തിനല്ല, അതിനുവേണ്ടി അതിരില്ലാതെ ചെലവെടുക്കുന്ന ഭാര്യ, അവൾ ആഖിറത്തിൽ രക്ഷപ്പെടുന്ന പ്രശ്നമേ ഇല്ലെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് സൂക്ഷിച്ചു. മൂന്നാമത്തേത് നിന്റെ ഭാര്യ അല്ലാഹ് ഇഷ്ടപ്പെടാത്തത് ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞിട്ടും ഭാര്യയുടെ തെറ്റിനെ ലഘൂകരിച്ചിട്ട് കണ്ടില്ലെന്ന് നടിക്കുന്ന ഭർത്താവ്. നിന്റെ ഭാര്യ തമ്മാടിത്തരം ചെയ്യുന്നുണ്ട്, നിന്റെ ഭാര്യയുടെ പോക്ക് ശരിയല്ലെന്നറിയാം, ഭാര്യയുടെ തെറ്റ് കണ്ടിട്ടും അതറിഞ്ഞിട്ടും അതിനെ ലഘൂകരിക്കുന്ന ഭർത്താവ്, അവൻ നാളെ ആഖിറത്തിൽ രക്ഷപ്പെടില്ലെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യയുടെ തെറ്റിനെ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്ന ഭർത്താവ്. ഭാര്യ തലേ തുണിയിട്ടിട്ടല്ല നടക്കണത്, ഭർത്താവിനറിയാം, അവനതിനെ ലഘൂകരിച്ച് കണ്ടു. എനിക്കിപ്പോഴും അറിയാം, 50 വയസ്സായാലും ചില പെണ്ണുങ്ങൾ തലേ തുണിയിടൂല. ഇനി അവളുടെ ആരെ കാണിക്കാൻ? മൂത്ത് നരത്ത് കരിമ്പും ഞണ്ടിയുടെ പുറത്തിരിക്കണ മാതിരിയായി. എന്നാ പോലും പിന്നെയും മക്കളെയും കെട്ടിച്ച പെണ്ണുങ്ങൾ പോലും ഇപ്പോഴും തലേ തുണിയിടാൻ ബുദ്ധിമുട്ട്. അവളെ തലേ തുണിയിടും, അവളെ മരിച്ചിട്ട് 3 കെട്ട് കെട്ടുമ്പോ അന്നേതായാലും തലയുടെ മുകളിൽ ഒരു തുണി ഉറപ്പ്. ഭാര്യ തെറ്റ് ചെയ്യുന്നുണ്ട് എന്നറിയാം, എന്നിട്ടും അതിനെ ലാഘവത്വത്തോടെ കാണുന്ന ഭർത്താവ്. അതുകൊണ്ട് ഈ തെറ്റുകളോട് വിട പറയണം, അരാജകത്വത്തോട് വിട പറയണം. എന്നിട്ട് നമ്മുടെ വീടിന്റെ ഉള്ളിൽ അല്ലാഹുവിനെ കുറിച്ച് പറയാൻ കഴിയണം. മക്കളെ പഠിപ്പിക്കണം, ഭാര്യയെ പഠിപ്പിക്കണം, മക്കളെ പഠിപ്പിക്കണം, ഭർത്താവിനെ പഠിപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് അല്ലാഹുവോട് സർവ്വതും പറയണം. ആ ഒരവസ്ഥയിലേക്ക് നമ്മുടെ വീട് മാറണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. എന്താ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? علموا أولادكم 3 خصال محبة نبيكم ومحبة أهل بيتي وقراءة القرآن. നിങ്ങളുടെ മക്കളെ നിങ്ങൾ 3 കാര്യങ്ങൾ പ്രത്യേകിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. ഒന്ന്, അല്ലാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാഹുവിനെ പഠിപ്പിച്ചു കൊടുത്താലേ മക്കൾക്ക് അല്ലാഹുവിനോട് നന്ദിയുണ്ടാവൂ, മാതാപിതാക്കളോട് നന്ദിയുണ്ടാവൂ. അല്ലാഹു അങ്ങനെയുള്ള മക്കളെ തരട്ടെ. നമ്മുടെ മക്കൾക്ക് അല്ലാഹുവിനെ പഠിപ്പിച്ചു കൊടുത്താലേ ആ മക്കൾക്ക് മാതാപിതാക്കളെ സ്നേഹം ഉണ്ടാവും.
നമ്മുടെ മക്കൾക്ക് നമ്മൾ അള്ളാനെ പഠിപ്പിച്ചു കൊടുത്ത അവൻ അള്ളാനെ കുറിച്ച് മാത്രമല്ല അറിയുക, പിന്നെ ആരെ അറിയും? നിങ്ങൾ എന്തിട്ട് മനുഷ്യന്മാരെ ഇമാതിരി നല്ല കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? അള്ളാനെ കുറിച്ച് മദ്രസയെ വിട്ട് പഠിപ്പിച്ചാൽ, മൊയ്ലാര് പഠിപ്പിച്ചാൽ എന്താ കിട്ടുക? മക്കളെ അള്ളാനെ പഠിപ്പിച്ചാൽ മക്കൾ വാപ്പാനെ പഠിക്കും, ഉമ്മാനെ പഠിക്കും, ഉറപ്പാ. ഇല്ലേ? ആണോ അല്ലയോ? കാരണം എന്താ? ബഹുമാനപ്പെട്ട ഞാൻ പറഞ്ഞു തരാ. ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം യാത്ര പോകാൻ ഒരുങ്ങവേ, യാത്ര പറയാൻ പ്രിയപ്പെട്ട ഉമ്മാന്റെ അടുക്കലെത്തി. ഉമ്മാനോട് പറഞ്ഞു, ഉമ്മാ ഞാനൊരു യാത്ര പോവുകയാണ്, യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എന്റെ ഉമ്മാക്ക് ഞാൻ എന്താണ് കൊണ്ടുവന്ന് തരേണ്ടത്? ആരാ ചോദിക്കുന്നത്? ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമാ. ആ സമയത്ത് ഉമ്മ പറഞ്ഞു, ലുക്മാനെ, നീ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എനിക്ക് നീ എന്താ കൊണ്ടുവരേണ്ടതെന്നറിയോ? നീ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് കൊണ്ടുവന്ന് തരുമോ? ഉമ്മ ചോദിച്ചത് വല്ലാത്ത ചോദ്യം. ഗൾഫിൽ പോയിട്ട് തിരിച്ചു വരാൻ നേരത്ത് ചോദിക്കാറില്ല ഉമ്മ എന്താണ് ഞാൻ ഉമ്മാക്ക് കൊണ്ടുവരേണ്ടത്? ഉമ്മ പറഞ്ഞു, മോനെ ലുക്മാനെ, നീ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എനിക്ക് സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് കൊണ്ടുവന്ന് തരുമോ? ചോദിക്കേണ്ട താമസം ലുക്മാൻ എന്ന പൊന്നുമോൻ പറഞ്ഞു, ഉമ്മ ഞാൻ തിരിച്ചു വരുമ്പോ സ്വർഗത്തിലെ ഒരു പിടി മണ്ണാണ് കൊണ്ടുവന്ന് തരേണ്ടതെങ്കിൽ അതിന് യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വരെ കാത്തിരിക്കേണ്ടത് എന്തിന്? ഇപ്പോൾ തന്നെ തരാം ഉമ്മ എന്ന് പറഞ്ഞ് പൊന്നുമോൻ ലുക്മാൻ താഴേക്ക് കുനിഞ്ഞു. ഉമ്മാടെ കാൽപ്പാടത്തിന്റെ അടിയിൽ നിന്ന് ഒരു പിടി മണ്ണ് വാരിയെടുത്തിട്ട് പറഞ്ഞു, ഉമ്മ ഇതാ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ്, ഇതാ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ്. ലുക്മാനെ, മോനെ ലുക്മാനെ, ഇതാ ഉമ്മ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ്, സ്വർഗത്തിലെ ഒരു പിടി മണ്ണാണ് വേണ്ടതെങ്കിൽ അത് തിരിച്ചു വരുന്നത് വരെ കാത്തിരിക്കുന്നത് എന്തിന്? എന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ കാൽപ്പാടത്തിന്റെ അടിയിലാണ് ഞാൻ ചോദിക്കുന്ന സ്വർഗത്തിന്റെ മണ്ണെന്ന് തിരിച്ചറിഞ്ഞ മകന് ബഹുമാനപ്പെട്ട ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം. എങ്ങനെയാ സഹോദരങ്ങളെ ഇത് പഠിച്ചതെങ്ങനെയാ? വാപ്പയെ തിരിച്ചറിയാത്ത, ഉമ്മയെ തിരിച്ചറിയാത്ത 14 മക്കളെ പെറ്റ ഉമ്മയുടെയും കാൽപ്പാടത്തിൽ പുരുവരിച്ചാൽ അതൊന്നെടുക്കാൻ മക്കള് തിരിഞ്ഞു നോക്കാത്ത ശപിക്കപ്പെട്ട ലോകത്തിന് പൊന്നു സഹോദരങ്ങള്, കഴിഞ്ഞ മാസം ഭീമാപ്പള്ളിയിൽ ഒരു ഉമ്മ പോയി. ആ ഉമ്മ കേരളാകപ്പള്ളിക്കാരിയാ. ഉമ്മ മോനോട് പറഞ്ഞു, മോനെ, ഉമ്മാക്ക് കുറെ നാളായിട്ടൊരാഗ്രഹം ഭീമാപ്പള്ളിയിൽ പോകണം. ഒരു ദിവസം മകൻ ഗൾഫിൽ നിന്ന് വന്നു. ഉമ്മയോട് പറഞ്ഞു, ഉമ്മ റെഡിയായിക്കോ, ഭീമാപ്പള്ളിയിൽ പോകാം. ഉമ്മയ്ക്ക് വല്ലാത്ത സന്തോഷം. കാത്തിരുന്നടാണ്. പൊന്നുമോൻ കൊണ്ടുപോവുകയാണ്. കാറിൽ കയറ്റിക്കൊണ്ടുപോയി തിരുവനന്തപുരത്തെ ഭീമാപ്പള്ളിയിലെത്തി. ഉമ്മയോട് പറഞ്ഞു, ഉമ്മ കാറിയിരുന്ന് ആവശ്യം പോലെ ദുആ ചെയ്തു കൊള്ളുക. പാവപ്പെട്ട ഉമ്മ ഭീമാപ്പള്ളിയിൽ കയറി ആ പള്ളിക്കുള്ളിലിരുന്ന് ഉമ്മ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തു, അല്ലാഹുവേ, എന്റെ പൊന്നുമോൻ ഗൾഫിൽ നിന്ന് രാവിലെ വന്നടയുള്ളൂ. അവനോടൊരാഗ്രഹം പറഞ്ഞപ്പോ അവൻ എന്നെ കാറിൽ കയറ്റി കൊണ്ടുവന്ന പൊന്നുമോനാണ്. അവനൊരാപത്തും വരുത്തല്ലേ അല്ലാ. പൊന്നുമോന് വേണ്ടി പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്ത് കണ്ണുനീരൊലിപ്പിച്ചു. ഉമ്മ കണ്ണു തുറന്നു നോക്കിയപ്പോ മോനെ കാണാനില്ല. പിന്നെ മോനെ എന്ന് വിളിച്ച് കരഞ്ഞു നടന്ന് കണ്ടില്ല. ആ പൊന്നുമോൻ ഉമ്മയെ ഭീമാപ്പള്ളിയിൽ ഉപേക്ഷിച്ചിട്ട് കടന്നു പോയത്രേ. നൊന്ത് പ്രസവിച്ച ഉമ്മയെ വലിച്ചെറിയാൻ പറ്റിയത് അള്ളാഹുവിന്റെ പള്ളിയിൽ പോയ മക്കളുടെ കാലഘട്ടത്തിലാണ്. എന്തിനാണ് പൊന്നുമക്കള്, എന്തിനാണ് പ്രിയപ്പെട്ട മാതാപിതാക്കള് അള്ളാഹുവിനെ അറിയാത്ത അറിവ് പഠിപ്പിച്ചപ്പോ, പടച്ചറപ്പിനെ തിരിച്ചറിയാത്ത അറിവ് പഠിപ്പിച്ചപ്പോ ഉമ്മയെ പോലും പള്ളിയിൽ വലിച്ചെറിയുന്നവർ, ഗുരുവായൂർ അമ്പലനടയിൽ കസവ് സാരി ഉടുത്ത ഒരമ്മ പോയത്രേ. 5 മക്കൾ കൊണ്ടുപോയി ഗുരുവായൂരപ്പന്റെ നടയിൽ മക്കൾക്ക് വേണ്ടി കണ്ണടച്ച് പ്രാർത്ഥിച്ചു. തുറന്നപ്പോ മക്കളെ കണ്ടില്ല. അമ്മയവർ ഗുരുവായൂർ അമ്പലത്തിൽ ഉപേക്ഷിച്ചു അത്രേ. ഈ ഉപേക്ഷയിൽ ജാതി മത വ്യത്യാസമില്ല. മാതാപിതാക്കൾ ഭാരമാകുമ്പോ, നൊന്ത് പ്രസവിച്ച ഉമ്മ ഭാരമാകുമ്പോ, കഷ്ടപ്പെട്ട് വളർത്തിയ വാപ്പയ്ക്ക് ഒരു നേരത്തെ വെള്ളം കൊടുക്കാൻ മക്കൾക്കില്ലാത്തപ്പോ ഉമ്മയുടെ കാൽപ്പാടത്തിന്റെ അടിയിൽ കുനിഞ്ഞിട്ട് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു അത്ര, ഉമ്മ സ്വർഗത്തിലെ ഒരു പിടി മണ്ണിതാണ് ഉമ്മ. പൊന്നുമോനെ, നീ ദുആ ചെയ്യുന്ന സ്വർഗം നിന്റെ ഉമ്മയുടെ കാൽപ്പാടത്തിന്റെ അടിയിലാ.
എടാ കുട്ടിയെ, നിന്റെ വാപ്പയുടെ കവളൊട്ടിയത്, നിന്റെ വാപ്പയുടെ താടി നരച്ചത്, അത് നിന്നെ വളർത്താൻ കഷ്ടപ്പെട്ടിട്ടാണ്. നിന്നെ വളർത്താൻ കഷ്ടപ്പെട്ടിട്ടാണ്. നിന്റെ വാപ്പയുടെ കവളൊട്ടിയത്, നിന്റെ വാപ്പയ്ക്ക് ഇപ്പൊ കാൽമുട്ടെടുത്തിട്ട് നടക്കാൻ പറ്റാത്തത് വാപ്പ സുഖിച്ചിട്ടല്ല, വാപ്പ നിന്നെ വളർത്താൻ കഷ്ടപ്പെട്ടിട്ടാണ്. ആ വാപ്പ എവിടെ? ആ വാപ്പ എവിടെ? ആ വാപ്പ വയസ്സിനായപ്പോൾ നിനക്ക് ബുദ്ധിമുട്ടായി. വാപ്പ രോഗിയായി. വാപ്പ രോഗിയായത്, വാപ്പയുടെ കാല് നഷ്ടപ്പെട്ടത്, വാപ്പയ്ക്ക് നടുവിന് വേദന ഉണ്ടായത്, ആരോഗ്യ ദൃഢഗാത്രനായ ഉപ്പ, ആ ഉപ്പയുടെ തൊലി ചുക്കിച്ചുളിച്ചത് നിന്നെ വളർത്താൻ കഷ്ടപ്പെട്ടിട്ട്. ബെഞ്ചമിന്റെ ആടുജീവിതം എന്ന് പറയുന്ന നോവലുണ്ട്. അതിൽ ബെഞ്ചമിൻ എഴുതുന്നുണ്ട്, വാപ്പ നജീബ് ഗൾഫിൽ പോയി. അതിലെ കഥാപാത്രം നജീബാണ് ആടുജീവിതത്തിൽ. എല്ലാം വായിക്കണം. എന്റെ വായനയുടെ ലോകം വിശാലോ, സമയമില്ലെന്ന് മാത്രമേ. അവിടെ ആടിനെ മേച്ച് 5 വർഷം കഴിഞ്ഞപ്പോൾ ഷുഗറൊക്കെ പിടിച്ചു ഒട്ടിപ്പിടിച്ച ശരീരവുമായി നജീബ് വീട്ടിലെത്തി. പോയപ്പോ ഗർഭിണിയായിരുന്ന ഗർഭാശയത്തിലിരുന്ന മോൻ പ്രസവിച്ച് സുന്ദരനായി 5 വയസ്സായി മുറ്റത്ത് കളിക്കുക. 5 വർഷം മുമ്പ് ഗൾഫിൽ പോയ നജീബ് ശരീരം ഒട്ടി തിരിച്ചു വന്നപ്പോ വീടിന്റെ മുറ്റത്തെത്തിയപ്പോ കുട്ടി ഓടിപ്പോയി ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, ഒരു യാചകൻ ഭിക്ഷയ്ക്ക് വന്ന് നിൽപ്പുണ്ട് വീടിന്റെ മുറ്റത്ത്. കുട്ടി വാപ്പയാന്നറിഞ്ഞ. ഉമ്മ ഓടി വന്ന് നോക്കുമ്പോ ഭർത്താവാണ്. ആ സമയത്ത് ഉമ്മ പറഞ്ഞു, മോനെ, അത് ഭിക്ഷയ്ക്ക് വന്ന ആളല്ല, അത് നിന്റെ വാപ്പയാണ്. അപ്പോ 5 വയസ്സുകാരനായ കുട്ടി വാപ്പ ഗൾഫിൽ പോകുന്നതിന് മുമ്പ് ഒരു ഫോട്ടോ എടുത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ചുമരില്. കുട്ടി പറഞ്ഞു, എനിക്ക് ഈ വാപ്പയെ വേണ്ട, എനിക്ക് ഈ സുന്ദരനായ സുമുഖനായ ഈ വാപ്പയെ മതി. നിങ്ങൾ പഠിക്കും. കുട്ടി പറഞ്ഞു, എനിക്ക് സുന്ദരനായ വാപ്പയെ മതി. മോനെ, ആരോഗ്യമില്ലാത്തപ്പോ, ശേഷിയില്ലാത്തപ്പോ നമ്മുടെ വാപ്പ നമുക്ക് അധികപ്പെട്ട ഉമ്മയുടെ കാൽപ്പാടത്തിന്റെ അടിയിലെ മണ്ണ് സ്വർഗത്തിൻ്റെതാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയാതെ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മുടെ മക്കളോട് ഏറ്റവും കൂടുതൽ സ്നേഹം നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ ഉമ്മയ്ക്ക്, നമ്മുടെ വാപ്പയ്ക്ക്, കൊച്ചുമക്കൾ ഭയങ്കര സ്നേഹമാണ്. നമ്മുടെ മക്കൾ അവരിട്ടത് ആലോചിക്കാം. ഇല്ലേ? കണ്ടിട്ടില്ലേ? അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഈ ഇരിക്കുന്ന ഷെരീഫിന്റെ വാപ്പ, ഷെരീഫിന്റെ മക്കളെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചു. ഞങ്ങളുടെ ജമാഅത്തിന്റെ സെക്രട്ടറി ആയിരുന്നു ഹനീഫ സാഹിബ്. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. എന്നെ വല്ലാതെ സ്നേഹിച്ച ഒരാളാണ്. കൊച്ചുമക്കൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം മരിച്ചിട്ട് ഷെരീഫിന്റെ മോൾ ഇപ്പോഴും ആഘാതത്തിൽ നിന്ന് അങ്ങോട്ട് മാറിയിട്ടില്ല. അള്ളാഹു നല്ല ബുദ്ധിമുട്ട്. അള്ളാഹു നമ്മുടെ ബന്ധങ്ങളെ നന്നാക്കി തരട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിന്റെ ഒക്കെ അടിസ്ഥാനം നമ്മുടെ ഉമ്മയെ, നമ്മുടെ ഉപ്പയെ. പിന്നെ ഞാൻ പ്രിയപ്പെട്ട ഉമ്മ എന്നൊരു കാസറ്റ് പ്രസംഗിച്ചിട്ടുണ്ട്. അത് കേട്ടിട്ട് ഈ ഉമ്മമാർക്ക് ഇച്ചിരി അഹങ്കാരവും കൂടിയിട്ടുണ്ട്. അവരുടെ ചിന്ത ഇപ്പോ ഞങ്ങൾ ഇങ്ങനെ സിംഹാസനത്തേക്ക് ഇരുന്നാൽ മതി, ബാക്കി എല്ലാവരും കാല് നക്കണമെന്നാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർത്തുകൊള്ളു. ഞാൻ എൻ്റെ വിഷയത്തിന്റെ ഇതിന്റെ 2ാമത്തെ ഭാഗം ഇൻഷാ അല്ലാഹ് എങ്ങനെ അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കണം അത് ഞാൻ ഒരു ദിവസം സുബഹിക്ക് മുമ്പ് മുതൽ കിടക്കുന്നത് വരെ അള്ളാഹുടെ പൊരുത്തത്തിന് നമ്മൾ എങ്ങനെ ജീവിക്കണം ഒരൊറ്റ ദിവസം, അത് ഇൻഷാ അല്ലാഹ് നാളെ പറഞ്ഞുതരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിനു മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കുടുംബത്തിന്റെ മുഴുവൻ ഐശ്വര്യവും സമാധാനവും സന്തോഷവും അള്ളാഹു വെച്ചിരിക്കുന്നത് 3 കാര്യത്തിലാണ്. എത്ര? അത് പറഞ്ഞ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ വിഷയം പൂർത്തിയായി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 3 കാര്യം. അതെവിടെയാണ്? 1, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അള്ളാഹു നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി. ഈ അടുത്ത സമയത്ത് ഒരാൾ എന്നോടൊരു കഥ പറഞ്ഞു. ഉമ്മ മരിച്ചു ചെറുപ്പത്തിലെ.
വാപ്പ മക്കളെ കഷ്ടപ്പെട്ട് വളർത്തി. ആ മക്കൾ അവസാനം വാപ്പ മരിച്ചു. വാപ്പ മരിച്ചു കഴിഞ്ഞപ്പോ മോൻ ആദ്യമായി വാപ്പയെ കബറടക്കി. മോൻ ജോലി ചെയ്ത് ആദ്യത്തെ പൈസ കിട്ടി. ആ പൈസയുമായി വന്നിട്ട് മോൻ പറഞ്ഞു, അത്രേ, എന്നെ കഷ്ടപ്പെട്ട് വളർത്തി എൻ്റെ ഉപ്പ മരിച്ചു, എനിക്കൊന്നും എൻ്റെ ഉപ്പാക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് ആദ്യം കിട്ടിയ ശമ്പളം കിട്ടിയ ഈ പൈസ ഞാൻ ഉപ്പാടെ കബറിൽ കൊണ്ടുപോയി മണ്ണ് മാന്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചു കൊടുക്കട്ടെ. ആ കുട്ടി ധരിച്ചത് ഇതാ മണ്ണിൻ്റെ ഉള്ളിൽ വെച്ചാൽ ഉപ്പാക്ക് അതുകൊണ്ട് ഗുണം കിട്ടും. അള്ളാഹു അങ്ങനെയെങ്കിലും ചിന്തിക്കുന്ന നല്ല മക്കളെ അള്ളാഹു തരട്ടെ. നമ്മളൊക്കെ കഷ്ടപ്പെടും നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മളൊക്കെ ജീവിക്കും നമ്മുടെ മക്കൾക്ക് വേണ്ടി. ആ മക്കൾ അവരെ അള്ളാഹുവിനെ അറിയിച്ചു വളർത്തുക എന്നതാണ് പ്രധാനപ്പെട്ട ഭാഗം. അതെങ്ങനെ അറിയണം, എങ്ങനെ ആവണം, ഇൻഷാ അല്ലാഹ് വിശദാംശം നാളെ ഒരൊറ്റ ദിവസം മുസ്ലിമിന്റെ ഒരു ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ. വളരെ പ്രധാനപ്പെട്ട ഒരായത്താണ്. ഇതൊരു കുടുംബത്തിന്റെ, ഒരു ജീവിതത്തിന്റെ, ഒരു വീടിന്റെ എല്ലാ സന്തോഷവും എല്ലാ സമാധാനവും സർവ്വ ഐശ്വര്യവും സർവ്വ അഭിവൃദ്ധിയുമെല്ലാം അള്ളാഹു പറയുകയാണ് മൂന്ന് കാര്യത്തിലാ. ഇത് ബാക്കി പറഞ്ഞതല്ല, ഖുർആൻ തന്നെ പറഞ്ഞടാ. വസക്കരിയാ ഇദ്നാദാ റബ്ബഹു റബ്ബി ലാ തദർനി ഫർദൻ വഅന്ത ഖൈറുൽ വാരിസീൻ. ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബത്തെ കുറിച്ച് പറയുമ്പോ ആരാ സക്കരിയ നബിയുടെ മകനാരാ? ബഹുമാനപ്പെട്ട യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആരാ? പൊന്നുമോൻ യഹ്യ പോയി നിസ്കരിക്കാൻ കിടന്നാൽ നിസ്കാരത്തിന്റെ സുജൂദിൽ കിടന്ന നരകത്തോത്തിട്ട് കരയുകയാ, പരലോകത്തോത്തിട്ട് കരയുകയാ. കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീര് ചാലിട്ടൊടുകി. ആ കണ്ണുനീര് ഭൂമിയിൽ വീണിട്ട് ആ ഭൂമിയുടെ നനവിൽ നിന്ന് മുളച്ചു വന്നാൽ പോലും യഹ്യാ സുബഹി യഹ്യാ സുജൂദിൽ നിന്ന് കല ഉയർത്താറില്ല. ബഹുമാനപ്പെട്ട സക്കരിയ നബി പറഞ്ഞു, അല്ല കൊടുത്ത പൊന്നുമോന്റെ സ്വഭാവം എന്താ? പടച്ചറപ്പിനെ ഓർത്തോർത്തോത്ത് കരഞ്ഞ് കരഞ്ഞ് സുജൂദിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞ് കണ്ണുനീരിന്റെ ഉള്ളിൽ നിന്ന് പുല്ലുകളെടുത്തു വന്നാലും തല ഉയർത്താത്ത പൊന്നുമോനാ. അത്രയും നല്ല മോനെ കൊടുക്കാൻ, ഏറ്റവും നല്ല സന്തോഷമുള്ള കുടുംബജീവനം കൊടുക്കാൻ മൂന്ന് കാരണങ്ങളേ ഉള്ളൂ. പോരയിടത്തിലെ പള്ളിക്കലെ പ്രിയപ്പെട്ട സഹോദരങ്ങള് ഇന്ന് തീരുമാനിക്കണം, ഈ 3 അടിസ്ഥാന ഗുണങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാകണം. ഒന്നാമത്തെ അല്ലാഹു പറയുകയാണ്, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത് വയദഊനനാ റഗബൻ വറഹബാ വകാനൂ ലനാ ഖാശഈൻ. ഈ പ്രസംഗത്തിന്റെ അവസാന ഭാഗം അല്ലാഹു പറയുകയാ, ഏതെങ്കിലും ഒരു കുടുംബത്തിന് സമാധാനം വേണോ, സന്തോഷം വേണോ? സക്കരിയ നബിയുടെ കുടുംബത്തിലെ നല്ല മോൻ പറഞ്ഞതെങ്ങനെയാ? നമ്മുടെ മക്കളെ നല്ലവരാകണോ? ഒന്ന്, വയദഊനനാ റഗബൻ വറഹബാ. ഏത് പ്രയാസം വന്നാലും, ഏത് ദുഃഖം വന്നാലും, ഏത് സന്തോഷം വന്നാലും വയദഊനനാ. ആ കുടുംബത്തിലെ ഭാര്യയും ഭർത്താവും എന്നോട് ദുആ ചെയ്യുന്നവരാ, പടച്ചറപ്പിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നവരാ. ഏതൊരു കുടുംബത്തിന്റെയും അടിസ്ഥാനപരമായ സമാധാനത്തിന്റെ അടിസ്ഥാനം ഇലാഹിനെ അറിയലാ, അല്ലാഹനെ അറിയലാ. വയദഊനനാ റഗബൻ വറഹബാ. ഏത് പ്രയാസം വന്നാലും അവരെന്നോട് പറയും, ഏത് സന്തോഷം വന്നാലും അവരെന്നോട് പറയും. അവരെന്നെ മറക്കാറില്ല. നമ്മുടെ വീട്ടിൽ അല്ലാഹനെ മറക്കരുത്. ഏത് പ്രയാസം വന്നാലും അല്ലാഹനോട് പറയണം. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ അറിയുമല്ലോ, ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ആയിഷ റളിയല്ലാഹു അൻഹക്കെതിരെ അപവാദം പറഞ്ഞു. ഏതുവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് പോലും അപവാദത്തിന് പങ്കെടുത്തു. അല്ലാഹുവിന്റെ റസൂൽ പോലും വിശ്വസിച്ചു പോയി. സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെ ചേർത്ത് അപവാദം പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം പറഞ്ഞു, ആയിഷ നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോ ആയിഷ. ഭർത്താവ് ഭാര്യയെ സ്വന്തം വീട്ടിലാക്കിയാൽ അല്ലാഹുവിന്റെ റസൂൽ പോലും വിശ്വസിച്ചു എന്നല്ലേ ഇത് ഖുർആൻ പറയുന്ന തെളിവാണ്. ആയിഷ ബീവി വീട്ടിലായി. നാട്ടുകാരെ അപവാദം പറഞ്ഞ് ആഘോഷിക്കാൻ തുടങ്ങി. ആയിഷ
ബീവി വീട്ടില സമൂഹത്തിലെ നിലയും വിലയുമുള്ളവനെ കുറിച്ച് അപവാദം പറയല് നാട്ടുകാരുടെ ഒരു ഹോബിയാ. ഏത് സ്ഥലത്തും ആരെ കുറിച്ചെങ്കിലും അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുക. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തുണ്ടായിട്ടുണ്ട്. സഹാബത്ത് പോലും പങ്കെടുത്തു പോയി. ആയിഷ ബീവി ദുഃഖിതയായിട്ടിരിക്കുകയാണ്. ഭർത്താവ് പോലും വിശ്വസിച്ചു പോയി. ഒരാൾ പോലും ഇല്ല, ഒരാൾ ആരംഭത്തിനില്ല. ഉപ്പാനോട് പറഞ്ഞു, ഉപ്പാ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഉപ്പാ. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആയിഷ നീ തെറ്റ് ചെയ്തു എന്ന് സാഹചര്യങ്ങൾ തെളിവാ. ഉമ്മാന്റെ അടുക്കൽ പറഞ്ഞു, ഉമ്മ റൂമാനാണ് ഉമ്മ ആരെന്തറിയോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ പെണ്ണാ. ആർക്കെങ്കിലും സ്വർഗത്തിലെ ഹൂറലീങ്ങളെ ദുനിയാവില് കാണണമെങ്കിൽ ഫല്യൻദുർ ഇലാ ഉമ്മി റൂമാൻ, അബൂബക്കറിന്റെ ഭാര്യയായ ഉമ്മു റൂമാന്റെ മുഖത്തേക്ക് നോക്കുക. സ്വർഗത്തിലെ ഹൂറി പെണ്ണെന്ന് അല്ലാഹുവിന്റെ റസൂല് വിശേഷിപ്പിച്ച പെണ്ണാ ആയിഷ ബീവിയുടെ ഉമ്മ. ഇല്ല ആയിഷ നീ തെറ്റുകാരിയാണെന്ന് ആയിഷ സാഹചര്യങ്ങൾ പറയുകയാ. ഉമ്മയില്ല, ഉപ്പയില്ല, ഒറ്റപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ തന്റെ വീടിന്റെ ഉള്ളിൽ പൊട്ടിക്കരയുകയാ. പോരയിടത്തെ പെണ്ണേ, ജീവിതത്തിൽ എത്രയെത്ര സാഹചര്യങ്ങൾ വരാറുണ്ട്. ഏതു വീടാ? 10 മുഴം നീളമുള്ള 8 മുഴം വീതിയുള്ള ഒന്ന് ആരെങ്കിലും കടന്നുപോയാ തലകുനിച്ച് കയറി പോകുന്ന, ആകാശത്ത് മഴ പെയ്താലും മഴത്തുള്ളി മുഴുവനും പെയ്തുറങ്ങി താടോട്ടിറങ്ങുന്ന ഒരു ചെറ്റക്കുടിലിന്റെ ഉള്ളിലിരിക്കുകയാ. ഏതാണ്ട് 15 ദിവസത്തോളം പൊട്ടിക്കരയുകയാണ്. ഏറ്റവും വലിയ വിഷമമാണ്, പ്രയാസമാണ്. ആ സമയത്താണ് ആകാശത്ത് നിന്ന് ആയത്തിറങ്ങുന്നത്, തിരുദൂതരെ ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി ഉസ്ബത്തും മിൻകും, അങ്ങയുടെ ഭാര്യ പരിശുദ്ധയാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂല് വീട്ടിലേക്ക് ഓടി. ഹബീബായ നബിയെ കണ്ട ആയിഷ ബീവി പാഞ്ഞു വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ കെട്ടിപ്പിടിച്ചു പൊട്ടിക്കരഞ്ഞ്, യാ റസൂലല്ലാഹ് എനിക്ക് വേണ്ടി ആയത്തിറങ്ങിയോ നബിയേ. കൂട്ടുകാരികൾ ഓടി വന്ന ആയിഷ ബീവിയുടെ അടുക്കലേക്ക്, ആയിഷ നിനക്ക് വേണ്ടി ഖുർആൻ ഇറങ്ങി ആയിഷ, ജിബ്രീൽ വന്നു ആയിഷ. ആ സമയത്താണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, എങ്ങനെയാണ് എനിക്ക് വേണ്ടി ആയത്തിറങ്ങാതിരിക്കുക, ആയത്തിറങ്ങാതിരിക്കുക? എനിക്ക് വേണ്ടി അപവാദം പറഞ്ഞ അന്ന് മുതൽ ഇന്നത്തെ രാത്രി വരെ പാതിരാ സമയത്ത് ഉറങ്ങാതെ ഞാൻ പറഞ്ഞത് ഒരേ ഒരു വാക്കു മാത്രമാണ്. ആയിഷ എന്ന പെണ്ണ് പറയുകയാ, എനിക്കെതിരെ അപവാദം തുടങ്ങിയ അന്ന് മുതൽ ഇന്നേ വരെ പാതിരാത്രി ഒരൊറ്റ വാക്കേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. പെങ്ങളെ പഠിച്ചൊരു പെണ്ണിന്റെ ആയുധമാ. ആ സമയത്തും പാതിരാത്രിയിൽ എനിക്കെതിരെ കഥകൾ പറഞ്ഞിട്ട് നാട്ടുകാര് പൊട്ടിച്ചിരിക്കുമ്പോ, എന്റെ ചാരിത്യത്തെ അവര് ചോദ്യം ചെയ്യുമ്പോ, എന്റെ വീടിന്റെ ഉള്ളിലിരുന്നിട്ട് പാതിരാ സമയത്ത് ഉറക്കമളച്ചിട്ട് ഞാൻ പറഞ്ഞത് ഒരേ ഒരു വാക്കാ, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി, എനിക്കെന്റെ റബ്ബ് മതി, എനിക്കെന്റെ റബ്ബ് മതി, അവനല്ലാതെ എന്നെ രക്ഷപ്പെടുത്താനില്ല. ചെറ്റക്കൂരയിലിരുന്നിട്ട് പടച്ച റബ്ബിനെ കുറിച്ചോർത്ത ഒരു പെണ്ണിന്റെ പേരിലാണ് ആയത്തിറങ്ങിയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങള് കോൺക്രീറ്റ് സൗധത്തിൽ നിന്ന് രാജകീയ നൗകയിലേറി പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ പിന്നാമ്പുറങ്ങളിൽ സുഖം തേടി അലയുന്ന അഭിനവലോക ഭൗതിക വിശ്വാസ സംസ്കാരത്തിന്റെ പുറകിലോട്ട് പോയ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മ, എനിക്കെന്റെ റബ്ബ് മതി, എനിക്കെന്റെ റബ്ബ് മതി, എനിക്കെന്റെ റബ്ബ് മതി. ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി എന്ന് പറയുന്നവളെ പരാജയപ്പെടുത്താൻ അമേരിക്കയുടെ ജാരസന്താനമായ ഇസ്രയേലിന്റെ വിമാനവേദ പീരങ്കികളിൽ തോക്ക് തുപ്പുമ്പോ വെടിയുണ്ടകൾ തങ്ങളുടെ നെഞ്ചിന് മേലെ പാഞ്ഞു വരുമ്പോ, ആ പാഞ്ഞു വരുന്ന ലോകത്തിലെ 4ാമത്തെ 3ാമത്തെ സായുധ ശക്തിയായ ഇസ്രയേലിന്റെ ടാങ്കുകളിൽ നിന്ന് പിരമിഡുകൾ പൈരങ്കികൾ പാഞ്ഞു വരുമ്പോ നെഞ്ചും വിരിച്ചു നിന്നുകൊണ്ട് കരിങ്കല്ല് തിരിച്ചറിയുമ്പോ ഫലസ്തീനിലെ മക്കളും പറഞ്ഞത് ഒരേ ഒരു വാക്കാണ്,
ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബ് മതി എന്ന് പറഞ്ഞ് മയ്യത്തും വഹിച്ചുകൊണ്ട് ബൈത്തുൽ മുഖദ്ദസിന്റെ മുമ്പിലൂടെ യാത്ര പോകുമ്പോ മയ്യത്തിന്റെ മുകളിലേക്ക് ബോംബ് വന്ന് വീടുമ്പോ ആ സമയത്തും ഉറക്കെ പറയുന്നതെന്താ? ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി, എനിക്കെന്റെ റബ്ബ് മതി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, ജീവിതത്തിലേത് പ്രതിസന്ധി വന്നാലും ഒരു പെണ്ണിന് കയ്യിൽ വെക്കുന്ന ഒരേ ഒരായുധമേടാ. നിന്നെ കുറിച്ച് ആളുകൾ കഥ പറയട്ടെ, നിന്റെ ഭർത്താവ് നിന്നെ വലിച്ചെറിയട്ടെ, ഏത് പ്രയാസമുണ്ടായാലും പെങ്ങളെ മുറുകെ പിടിക്കണം. നിസ്കാര പാലിരുന്നിട്ട് രാത്രിയിൽ പറയണം ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. എനിക്കെന്റെ റബ്ബ് മതി, എനിക്കെന്റെ റബ്ബ് മതി. ഒരു പുരുഷായുസ് മുഴുവനും ജയിലിന്റെ കാരിലും പടിക്കുള്ളിലിട്ടിട്ട് സവർണ ഫാസിസ്റ്റ് ഭരണകൂടം മുഴുവനും ജുഡീഷ്യറിയും ഡെമോക്രസിയും അടക്കമുള്ള സർവ്വതും വലയുമായി കടന്നു വരുമ്പോൾ ഒരു പുരുഷായുസ് മുഴുവനും ജയിലിൽ കിടന്ന് അവസാനം ജാമ്യത്തിന്റെ വെളിച്ചം കണ്ട് വെളിയിലിറങ്ങുമ്പോ അബ്ദുന്നാസർമദിന് പറഞ്ഞതും ഇത് തന്നെയാ. എനിക്ക് മന്ത്രിമാരെ പേടിയില്ല, എനിക്ക് കോടതിയിൽ വിശ്വാസമുണ്ട്. ഹസ്ബുനല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി. ഏത് സയനിസ്റ്റ് ഫാസിസ്റ്റുകൾ കൂടുകെട്ടിയാലും എനിക്കെന്റെ റബ്ബന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്റെ സൂഫിയാടെ കിടപ്പറയിൽ ഞാനെത്തുമെന്ന്, എന്റെ മക്കളുടെ മുമ്പിൽ ഞാനെത്തുമെന്ന് അബ്ദുന്നാസർമദിന് പറഞ്ഞതുപോലെ പൊന്നു സഹോദരങ്ങളെ, ഏതൊരു കുടുംബത്തിന്റെയും ഐശ്വര്യത്തിന്റെ അടിസ്ഥാനം വയദൂനനാ റഗബൻ വറഹബാ. ഏത് പ്രയാസം വന്നാലും ഏത് സന്തോഷം വന്നാലും പടച്ചറപ്പിന്റെ മുമ്പിലോട്ട് കടന്നു പോവുക. സന്തോഷത്തിന്റെ സമയത്തും സങ്കടത്തിന്റെ സമയത്തും പടച്ചറപ്പിന്റെ മുമ്പിൽ വീഴുക, അല്ലാഹുവിനെ അറിയുക. ഒരു കുടുംബത്തിന്റെ സമാധാനം അതിന്. ഞാനും എഴുന്നേക്കരുത് ഇൻഷാ അല്ലാഹ്. പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യം അല്ലാഹു നൽകട്ടെ. അതെപ്പോ പ്രയാസം വരുമ്പോ മാത്രമല്ല, പിന്നെ വല്ലാത്തൊരു സന്തോഷം നമ്മുടെ വീട്ടിലുണ്ടായി, അപ്പോഴും അള്ളാനെ ഓർക്കുക, അല്ലാഹുവിനെ അറിയുക. രോഗം വരുമ്പോഴല്ല നാരിസലാത്തില്ലേണ്ടത്, മനസ്സിലായോ? രോഗം വന്നപ്പോഴല്ല നാരിസലാത്തില്ലേണ്ടത്, അല്ലാത്തപ്പോഴും സന്ധിക്കല്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഏറ്റവും വലിയ സന്തോഷം വരുമ്പോഴും ഭാര്യയും ഭർത്താവും അല്ലാഹനെ അറിയണം. വിവാഹത്തിന്റെ ആദ്യ രാത്രി പട്ടുമെത്തയിൽ ഭർത്താവ് കാത്തിരിക്കുമ്പോ ആ സമയത്ത് തന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യത്തിന്റെ ഒരു ദിവ്യ മൗനാനുരാഗത്തിന്റെ സമഞ്ജസ മേഖലകളിലേക്ക് പോകാൻ പോവുകയാ. ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സന്തോഷത്തിൽ ആറാടുന്ന ദിവസമാ. ആ സമയത്തും ഭർത്താവ് നോക്കി നിന്നിട്ട് കാണുന്നില്ല. അവസാനം ഭാര്യയെ നോക്കി ചൊല്ലുമ്പോ മണിയറയുടെ മറുവാടക്കല് മുസല്ല വിരിച്ചിട്ട് പടച്ചറപ്പിന്റെ മുമ്പിൽ സുജൂദിൽ പൊട്ടിക്കരയാ. നമുക്കിന്ന് കല്യാണത്തിന്റെ ആദ്യ രാത്രി പടക്കം പൊട്ടിക്കാനും ആവശ്യമില്ലാത്ത അനാവശ്യങ്ങൾ ഉണ്ടാക്കാനും ഇന്ന് വിവാഹച്ചന്തയിൽ മാത്സര്യ ബുദ്ധിയോടെ കോടികളെറിഞ്ഞ് പകിട കളിക്കുന്ന സമുദായത്തിന്റെ നടുവിൽ വിവാഹച്ചന്ത ഇൻഷാ അല്ലാഹ് അതിനൊക്കെ മാതൃകയായി കാരാളികോണം കാരക്കൽ മുസ്ലിം ജമാഅത്തിന്റെ കീഴിൽ ഇൻഷാ അല്ലാഹ് ഈ വരുന്ന 12-ാം തീയതി 7-ാം തീയതി മുതൽ 12-ാം തീയതി വരെ മതപ്രഭാഷണം നടക്കുക. 10-ാം തീയതി ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയ സുഹൃത്തിന് ഉഷാദ് ബാക്കവി, 11-ാം തീയതി ഇൻഷാ അല്ലാഹ് എന്റെ പ്രസംഗം ഉണ്ടാവും. 7-ാം തീയതി ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ കൃത്യം ഡേറ്റ് പറയാം. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട ജനാബ് അബ്ദുസ്സമദ് സമദാനി കാരാളികോണത്ത് പ്രസംഗിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കൃത്യ ഡേറ്റ് ഞാൻ നാളെ പറഞ്ഞുതരാം. അവിടെ വെച്ച് ഒരു ഫോട്ടോ ഇല്ല, ഒരു പരസ്യമില്ല. കാരാളികോണം കാരക്കൽ മുസ്ലിം ജമാഅത്ത്, ആ ജമാഅത്തിലെ ഏറ്റവും നിർത്തനയായ പെൺകുട്ടിക്ക് 5 പവന്റെ സ്വർണവും അവർക്ക് ജീവിക്കാൻ ഒരു ഓട്ടോറിക്ഷയും, അവളുടെ വിവാഹം ഞങ്ങളുടെ ജമാഅത്തിന്റെ ആഡിറ്റോറിയത്തിൽ വെച്ച് എല്ലാവരും കൂടി നടത്തിക്കൊടുക്കാൻ തീരുമാനിച്ചിരിക്കും. ഓരോ ജമാഅത്തുകളും ഇത് മാതൃകയാക്കി. ആദ്യമായി പ്രദേശത്ത് ഉളുഹിയ സംഘടിതമായി നടപ്പാക്കിയ ജമാഅത്താണ് കാരാളികോണം ജമാഅത്ത്. പിന്നീട് എല്ലായിടത്തും മാതൃകയായി. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ.
നാളെ അതിന്റെ കൃത്യ പ്രോഗ്രാം ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ പറഞ്ഞുതരാം. ജമാഅത്തിന്റെ പ്രസിഡന്റ് ഉണ്ട്, മെമ്പർമാര്, സെക്രട്ടറി ഒക്കെ ഇവിടെ ഉണ്ട്. ഔദ്യോഗികമായി നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. 7-ാം തീയതി മുതൽ 11-ാം തീയതി വരെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സമദാനി ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്, വരാൻ എന്നോട് സമ്മതിച്ചിട്ടുണ്ട്. വിവാഹം എന്നത് ഏറ്റവും വലിയ നമ്മുടെ മക്കളുടെ വിവാഹം നടത്തുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വിവാഹത്തിന്റെ ആദ്യ രാത്രിയിൽ മുസല്ലയിൽ ഇരുന്നിട്ട് പൊട്ടിക്കരയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹാ. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫാത്തിമ, മണിയറയിൽ നിന്നെ ഞാൻ കാത്തിരിക്കുമ്പോ ആ സമയത്ത് നീ എന്തേ പള്ളിയുടെ മുമ്പിൽ പോകുന്നത് പോലെ ഇങ്ങനെ നിസ്കരിക്കുന്നത് എന്തേ ഫാത്തിമ? കരയുന്നത് എന്തേ ഫാത്തിമ? ആ സമയത്താണ് ഫാത്തിമ പറഞ്ഞത്, അലിയേ, അലിയേ, ഇതാരുടെ ബീജമാണ്, ഇതാരുടെ അസ്തിത്വമാണ്, ഇത് ഉലകനായകന്റെ, ലോകത്തിന്റെ വറക്കത്തിന്റെ, സമാനിന്റെ, മക്കാനിന്റെ ഉടമസ്ഥന്റെ, ലോകരിസാരത്തിന്റെ ഉടമസ്ഥന്റെ, മദീനയുടെ പാരിജാതത്തിന്റെ, മക്കയുടെ പൂനിനാവിന്റെ, ആമിനയുടെ മുത്തുമോന്റെ, അബ്ദുള്ളയുടെ പ്രിയപ്പെട്ട സത്തിന്റെ, മാനവികതയുടെ വിശ്വവിമോചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ, ഇത് റിസാലത്തിന്റെ വീട്ടിൽ വളർന്നവൾ, ഇത് നുബൂവത്തിന്റെ വീട്ടിൽ വളർന്നവൾ, ഇത് അല്ലാഹനെ പഠിപ്പിച്ചു കൊടുത്ത ഉപ്പാന്റെ മകൾ, ഇത് അല്ലാഹനെ പ്രണയിപ്പിക്കാൻ പഠിപ്പിച്ചു കൊടുത്ത ഉപ്പാന്റെ മകൾ, ഇത് ഭർത്താവിന് വേണ്ടി കിടപ്പറ പോലും, കിടക്കുന്ന പുതപ്പ് പോലും ഭർത്താവിന് വേണ്ടി അങ്ങാടിയിലേക്ക് ഭക്ഷണം വാങ്ങിക്കാൻ കൊടുത്തുവിട്ട ഖദീജയുടെ പൊന്നുമോൾ. ഇത് നിസ്സാരക്കാരിയല്ല ഈ മുള്ളമോൾ. അവൾ അല്ലാഹനെ പഠിച്ചവൾ. താൻ പതക്കുന്ന പുതപ്പ് പോലും ഭർത്താവിന് പട്ടിണി വന്നപ്പോ കയ്യിലെടുത്തു കൊടുത്തിട്ട് കണ്ണുനീര് വന്നില്ല, ഇത് കൊണ്ടുപോയി ചന്തയിൽ വിൽക്കാൻ പറഞ്ഞ ഖദീജയുടെ പൊന്നുമോൾ. അലിയെ, ഇന്ന് രാത്രിയിൽ ഞാൻ ഇവിടെ നിന്ന് കരയുമ്പോ എന്തേ കരയുന്നതെന്ന് ചോദിക്കാൻ നിങ്ങളുണ്ട്. നാളെ ഫാത്തിമ പോകും 6 അടി മണ്ണിലേക്ക്, മണ്ണിട്ട് മൂടും, എല്ലാവരും പിരിഞ്ഞു പോകും, പള്ളിയിൽ മഗ്‌രിബിന്റെ ബാങ്ക് വിളിക്കും. അന്ന് ഫാത്തിമയുടെ ആദ്യ രാത്രി, ഖബറിലെ ആദ്യ രാത്രി, മണ്ണിട്ട് മൂടിയ രാത്രി, റഖീബും മൻകറും നകീറും വരുന്ന രാത്രി. ആ രാത്രി എന്നെ സഹായിക്കാൻ ആരുണ്ടല്ലേ? എന്നോട് കരയുന്നത് എന്തെന്ന് ചോദിക്കാൻ സബാനിയാക്കളായ മലക്കുകളുടെ ദണ്ഡിന്റെ അടിയേറ്റ് ഫാത്തിമ പെടയുമ്പോ എന്തേ ഫാത്തിമ കരയുന്നെന്ന് ചോദിക്കാൻ അലിയേ, നിങ്ങൾ പോലും അവിടെ ഉണ്ടാവില്ലല്ലോ. ഖബറിന്റെ ആദ്യ രാത്രി ഒത്തിട്ട് ഞാൻ കരയുകയാണ്, പടച്ച റബ്ബിനെ ഒത്തിട്ട് കരയുകയാണ്, എന്റെ റബ്ബിനെ ഒത്തിട്ട് കരയുകയാണ് ഞാനെന്ന് മറുപടി പറയവേ ഫാത്തിമ, ഫാത്തിമ, ഫാത്തിമ മറുപടി വീണ്ടും വന്ന് അലിയാരുടെ. ആരാണ് അലിയെ? അബൂ താലിബിന്റെ മകൻ. ആ ചില്ലറക്കാരനല്ല, മദീനയുടെ നായകന്റെ കൂട്ടുകാരൻ. ആദ്യമായി റിസാലത്തിന്റെ വെളിച്ചത്തിലോട്ട് കുട്ടികളിൽ നിന്ന് നടന്നു വന്നവന്, ഖൈബറിന്റെ പടക്കളത്തിൽ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പോര് നയിച്ചവൻ, ഞാനാണെന്ന് പറഞ്ഞവൻ, ഞാൻ മുറക്കിവിന്റെ തലയെടുക്കുമെന്ന് പറഞ്ഞ അലിയാർ തങ്ങൾ. അത് നിസ്സാരക്കാരനല്ല, ലോകനായകന്റെ മരുമകനാണ്. ഫാത്തിമ, ഒന്നുകൂടി മുസല്ല നിവർത്തിയിട്, മണിയറയിൽ മുസല്ല നിവർത്തി, ഞാനും കൂടി നിന്റെ ഓരത്ത് നിൽക്കട്ടെയോ? പാതിരാ സമയത്തും മണിയറയിൽ ഒരു മുസല്ലയുണ്ടായി. തറക്കാ ഫിറാശഹുമാ വഖാമാ ഫിദ്ദുജാ യതലല്ലലാനി ബിതാഅത്തിർ റഹ്മാനി ഉമാഖിറുൽ ഉഖറാ അലാ ദുനിയാ വമാ ഫീഹാ മിനൽ ഐശിൽ യസീരിൽ ഫാനി. അന്നത്തെ രാത്രി 2 പേര് ആ മണിയറയിൽ നിസ്കരിച്ച് പൊട്ടിക്കരഞ്ഞു. വയദ്വകാനു ലനാ ഖാശി. ആ കുടുംബത്തിന്റെ സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ രണ്ടാമത്തെ കാരണം വകാനു ലനാ ഖാശീൻ. അവർ അല്ലാഹനെ പേടിയുള്ള ഭാര്യയും ഭർത്താവും, പടച്ച റബ്ബിനെ അല്ലാഹനെ അറിഞ്ഞ മാതാപിതാക്കൾ. ആ മാതാപിതാക്കളുള്ള വീട്ടിലാണ് ഏറ്റവും നല്ല മക്കൾ പിറന്നത്. ഖദീജയുടെ മടിത്തട്ടിലാണ് ഫാത്തിമ പിറന്നത്. പെങ്ങളെ, ഭർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച, ഉടുത്തുണി പോലുമില്ലാതെ, ആവശ്യത്തിനില്ലാതെ കിടപ്പറയിൽ കിടന്ന, പുതപ്പ് പോലും വിൽക്കാൻ കൊടുത്തുവിട്ട ഖദീജയുടെ മടിത്തട്ടിലേ ഫാത്തിമ പിറക്കൂ. ഭർത്താവിനെ വഞ്ചിക്കുന്ന പെണ്ണിന്റെ മടിത്തട്ടിൽ ഒരു ഫാത്തിമയ്ക്ക് ജന്മമുണ്ടാവുകയില്ല.
ഭാര്യക്ക് വേണ്ടി തണലൊരുക്കിയ ഇബ്രാഹിമിനാണ് ഇസ്മായിൽ പിറന്നത്. ഭാര്യക്ക് വേണ്ടി സർവ്വത സഹിച്ച ഇബ്രാഹിമിന്റെ മടിത്തട്ടിലാണ് ഇസ്മായിൽ പിറന്നത്. ഭാര്യ ഭർത്താക്കന്മാരുടെ യോജിപ്പ്, അള്ളാഹിനോടുള്ള വഴിപ്പെടൽ. ഇനി മൂന്നാമത്തെ അടിസ്ഥാനമെന്തോ? അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ കുടുംബത്തിൽ മദ്യത്തിന് സ്ഥാനമില്ല, മദിരാശിക്കില്ല, പിശാചിനില്ല. എന്റെ വീടിന് ഈ 3 ദിവസങ്ങളുടെ 3 അടിസ്ഥാന തത്വങ്ങൾ: 1 പടച്ചറപ്പിനോട് ദുആ ചെയ്യുക, 2 അള്ളാഹനെ ഭയന്ന് ജീവിക്കുക, 3 ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ആ ഭാര്യ ഭർത്താക്കന്മാർ ഏത് നന്മ കണ്ടാലും അവിടെ ഓടിപ്പോകും. സിനിമ കാണാനല്ല, വാതുണ്ടെന്ന് കേട്ടാൽ ഓടിയെത്തും. ഒരു സദക്കയുടെ കാര്യമെത്തിയാൽ ഓടിയെത്തും. ഇൻഷാ അല്ലാഹ് ഏറ്റവും വലിയ ഓട്ടം ഈ നന്മയ്ക്ക് വേണ്ടിയാകണം. ചെറുപ്പക്കാരെ, മത്സരം എന്തിനു വേണ്ടി? നന്മയ്ക്ക് വേണ്ടി. മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് ആദ്യത്തെ ടിക്കറ്റ് എടുക്കാനുള്ള മത്സരമല്ല, ഫുട്ബോൾ മാമാങ്കത്തിനല്ല, നന്മയ്ക്ക് വേണ്ടി മത്സരിക്കുക. മദീനത്തെ പള്ളിയിൽ ആഹ്വാനം നടന്നു, സഹാബ, അല്ലാഹുവിന്റെ ദീൻ പട്ടിണിയിലാണ്, നിങ്ങളുടെ വീട്ടിലുള്ളതൊക്കെ എടുത്തുകൊണ്ട് വരിക. പറയേണ്ട താമസം മദീനത്തെ പള്ളിയിൽ നിന്ന് ഓട്ടം നടന്നു. ആരാണ് ഓടുന്നത്? ഉമറാണ് ഓടുന്നത് റളിയല്ലാഹു തആല അൻഹു. ഉമർ ചിന്തിച്ചു, എപ്പോഴും എന്നെ മറികടക്കുന്നത് അബൂബക്കറാണ്. ഇന്ന് അബൂബക്കർ കൊടുക്കുന്നതിനേക്കാൾ സദക്ക എനിക്ക് കൊടുക്കണം. നേരെ ഓടി ഉമർ വീട്ടിലേക്ക്. ഇന്ന് മത്സരമാണ് ഇവിടെ. ഏത് മത്സരം എന്നറിയുമോ? ഉമറും അബൂബക്കർ റളിയല്ലാഹു അൻഹുമാ അവര് തമ്മിലുള്ളൊരു മത്സരമാണ്. എനിക്കിന്ന് ജയിക്കണം. ഉമർ ഓടി വീട്ടിലെത്തി ഭാര്യയോട് പറഞ്ഞു, ഉള്ള സമ്പത്ത് 2 പകുത്തു. ഒരു പകുതി വീട്ടിലിരിക്കട്ടെ, മറ്റേ പകുതിയുമായി ഉമറേ, നിന്റെ വീടിന് വേണ്ടി എന്ത് വെച്ചിട്ടുണ്ട്? എന്റെ ആകെയുള്ള ഒരു പുരുഷായുസിന്റെ സമ്പത്ത് 2 പകുത്തു നബിയെ. ഒരു പകുതി അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി, മറ്റേ പകുതി എനിക്ക് കുടുംബത്തിന് വേണ്ടി. അള്ളാഹു നിനക്ക് ബറക്കത്ത് ചെയ്യട്ടെ ഉമറേ. ഉമർ റളിയല്ലാഹു അൻഹു കരുതി, ഇനി അബൂബക്കർ ഇതിന് മുകളിലേക്ക് എവിടേക്ക് പോകാൻ? ഇന്നെന്നെ തോൽപ്പിക്കില്ല ഉമർ, ഇന്നെന്നെ തോൽപ്പിക്കില്ല അബൂബക്കർ. ഇതിന്റെ ഒരു പുരുഷായുസിന്റെ പകുതി കൊടുത്തിരിക്കുകയാ. എന്നിരിക്കുമ്പോഴാണ് സഹോദരങ്ങളെ, അങ്ങേ ഭാഗത്ത് നിന്നൊരു മനുഷ്യൻ പാഞ്ഞു വരുന്നത്. തലയിലൊരു തോൽപാത്രം. എല്ലാവരും ചിന്തിക്കും, ഇടത്തെ കയ്യിൽ പാതി കീറിയ ഒരു ഈത്തപ്പന മരത്തിന്റെ പായ നേരെ കൊണ്ടുവന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലിട്ടു. എന്തേ അബൂബക്കറേ ഇത്? യാ റസൂലല്ലാഹ്, നിനക്ക് നിന്റെ കുടുംബത്തിന് നീ എന്ത് ബാക്കി വെച്ചു അബൂബക്കറേ? അല്ലാഹു റസൂലു, എനിക്ക് അല്ലാഹ് മതി നബിയേ. എന്റെ വീട്ടിൽ അല്ലാഹും അവന്റെ പ്രവാചകനും മതി. ഇനി എന്റെ വീട്ടിൽ ഇതല്ലാതെ വേറൊന്നും ബാക്കിയില്ല തിരുദൂതരെ. ഏറ്റവും അവസാനം കൊടുത്ത് ഇനി എന്റെ വീട്ടിൽ ബാക്കിയുള്ളത് വെള്ളം വെക്കുന്ന ഈ തോൽപാത്രം, ഞാനും എന്റെ ഭാര്യയും കിടന്നുറങ്ങുന്ന ഈ പാതി കീറിയ ഈത്തപ്പനമരത്തിന്റെ പായ. ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു. അബൂബക്കറെ, നിന്നെ ജയിക്കാൻ ആർക്കും കഴിയില്ല അബൂബക്കറെ. ഇതാണ് ഖുർആൻ പറഞ്ഞത്, ഇന്നല്ലദീന സബഖത് ലഹും മിന്നൽ ഹുസ്നാ. നന്മ ചെയ്യാൻ മത്സരിച്ചവർ, ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഈ സംഘാടകര് ബക്കറ്റുമായി വരും. ഇതൊരു മത്സരത്തിന്റെ രംഗമാണ്. എന്റെ ആഖിറത്തിനു വേണ്ടി, എന്റെ കുടുംബത്തിന്റെ സമാധാനത്തിന്, എന്റെ സന്തോഷത്തിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതോടൊപ്പം ഒരു കവർ സംഘാടകര് വരും നാളെ വരുമ്പോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,